ഞാനിന്നലെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മീൻസ് ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് ഓർത്തു. അവര് എന്തായിരിക്കും കിടന്നോ അങ്ങനെ അങ്ങനെ വിളിക്കാനൊക്കെ തോന്നും. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മോനല്ലേ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അമ്മ മക്കൾ എന്നുള്ള ഒരു കണക്ഷനില്ലേ, ഞാൻ മോനോട് പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ ഇപ്പൊ ഓർത്തതേ ഇല്ല മോനെ, നിങ്ങളെ രണ്ടാളെ ഓർത്തതേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ല. കറക്റ്റ് ഞാൻ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കാണ് മോനെന്നെ വിളിക്കുക. എനിക്കിങ്ങനെ തന്നെ എൻ്റെ അമ്മയോടിനോട് പറഞ്ഞ അമ്മയോട്ടെ ഞാൻ ഇപ്പൊ എൻ്റെ മക്കളെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മോനെന്നെ വിളിച്ചത് ടെലിപ്പതി എന്നൊക്കെ പറയാം. ഭയങ്കര ഞാൻ വിളിക്കുമ്പോ ഞാനിങ്ങനെ പുഞ്ചിരിച്ച് ഇങ്ങനെ അവന്റെ കോള് വരണം, നമ്മൾ സംസാരിച്ചു വരുവാണ്. പക്ഷെ ഇന്നലെ മുതൽ അവർക്ക് ഭയങ്കര ഫീലും മക്കളാ. ഞാനില്ലാതെ എൻ്റെ മക്കള് പാടാ അമ്മയുണ്ട്, പിന്നെ ചിന്തിച്ച് സതീഷേട്ടനോട് അവരുടെ ഒരു ചികിത്സയായിട്ട് സംബന്ധിച്ച് അവർ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരുണ്ട്, അവര് നമ്മുടെ വീട്ടില്, നമ്മുടെ വാടക വീട്ടില് അവര് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അമ്മായി അവരുള്ളത് അമ്മായി ഇല്ല, ഇല്ലെങ്കിൽ അമ്മായി വരും. അമ്മായി രാജീവനെ അവിടെ തള്ളിയിട്ടിട്ട് അമ്മായി എൻ്റെ അടുത്തേക്ക് വരും. രാജീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയുടെ മോൻ. അമ്മാവൻ പോയല്ലോ കഴിഞ്ഞ ഒരു വർഷത്തിനപ്പുറം. അമ്മാവൻ ഞങ്ങളെയൊക്കെ വിട്ടുപോയി. അവിടെ രാജീവൻ തനിച്ചല്ലേ, അപ്പൊ രാജീവനെ അവിടെ ആക്കിയിട്ടായാലും അമ്മായി വരും. അപ്പൊ അമ്മയും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അമ്മായി വന്നിട്ടില്ല. എനിക്കിങ്ങനെ മക്കളെ ഒരു വയ്യായികയൊക്കെ വരുമ്പോഴത്തേക്കില്ലേ, എന്റെ മക്കൾ അടുത്ത് വേണം, എനിക്ക് അവരെ കാണണം. എനിക്ക് എപ്പോഴും രാത്രിയൊക്കെ എനിക്ക് മക്കളല്ലേ കാലും കൈയൊക്കെ തടവി തരുന്നത്. അവർ സ്കൂളിൽ പോകേണ്ടതായാലും ഉറക്കളച്ചിട്ട് എനിക്ക് കാലും കൈയും ഒക്കെ തടവി തരും. ഏത് പാതിരാത്രില്ല അയ്യോ വേദനയ്ക്ക് പറ എന്താ എൻ്റെ മോൻ, ഞങ്ങളെല്ലാവരും ഒരു ബെഡ്റൂമിലാണ് കിടക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ഞാൻ അവരോട് പറയും നിങ്ങൾ മാറിക്കിടക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് എപ്പോഴാണോ മാറിക്കിടക്കണം എന്ന് തോന്നുന്നത് അപ്പം പോയാൽ മതി എന്ന് പറയും. ഇപ്പൊ ഞാൻ രാത്രിയിൽ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥയൊക്കെ എന്തായാലും എൻ്റെ മോൻ വേഗം എഴുന്നേക്കും, എൻ്റെ മോൾ എഴുന്നേക്കാൻ പോയിട്ട് മൂന്നാളും എഴുന്നേറ്റ് മൂന്നാളും കൂടി എനിക്ക് തടവി തരും. എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, ഇത്ര സ്ഥലമായി പോവില്ലേ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ മക്കള് ഇടയ്ക്ക് പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ കേട്ടോ. ഞാൻ മക്കളെ ഭയങ്കര മിസ് ചെയ്യുന്നു. എന്താ തീരെ വയ്യാതൊക്കെ ആകുമ്പോ ഇന്നലെ മിഞ്ഞാന്ന് രാത്രിയൊക്കെ ഞാൻ വിചാരിച്ചില്ല നേരം വെളുപ്പിക്കൊന്ന്, ഞാൻ വിചാരിച്ചു ഞാൻ പോയില്ല അങ്ങ് പോയിന്ന് വിചാരിച്ചു. അത്രക്ക് വയ്യായികയായിരുന്നു ഞാൻ എനിക്ക് രാത്രി. വേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു വേദന. മോർഫിനൊന്നും തടുക്കാൻ പറ്റുന്നില്ല. മോർഫിൻ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്നതാണല്ലോ മോർഫിൻ. മോർഫിനെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള വേദന. നട്ടിലത് കുത്തിപ്പറിക്കുന്ന വേദന. നട്ടലിനൊക്കെ ക്യാൻസർ. ചമ്പേട്ടൊരു ഫ്രണ്ട് ഉണ്ട് ജോയി അലുക്കാസിലെ, 3 മാസം കൊണ്ട് പുള്ളിക്കാരി നട്ടലിന് ക്യാൻസർ ബാധിച്ചു. ചെറുപ്പക്കാരിയാണ്. 40-47 തോന്നുന്നു, അറിയില്ല, 40-42 വയസ്സ്. അവര് വീട്ടിനോട് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ വൈഫിനോട് പറയണ്ട, എന്നിട്ട് പൊട്ടിക്കരയാണിങ്ങനെ. എടാ MBR അവര് മരിച്ചത്, നട്ടലിലെ ക്യാൻസറാണ്. 3 മാസം കൊണ്ട് ആദ്യം ഗർഭപാത്രത്തിൽ ട്യൂമറായി, അത് എടുത്തു കളഞ്ഞു. അതിനോടുകൂടി നട്ടലിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. 3 മാസം കൊണ്ട് പോയി. 4ാമത്തെ സ്റ്റേജ് ആയിരുന്നു. എല്ലായിടത്തേക്കും വ്യാപിച്ചു പോയി. അപ്പോ അമ്പുവേട്ടനെ വിളിച്ച് എന്തൊരു കരച്ചിലായിരുന്നു. അവരുടെ പേര് മനോജ് എന്നാണ്. ഏട്ടനത് കാണുന്നുണ്ടോന്ന് അറിയില്ല. മനോജ് ബ്രോ ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനെല്ലാം കേട്ടിരുന്നു, ഞാനും കരഞ്ഞോട്ടോ. നിങ്ങൾ കരയുന്ന കേട്ടിട്ട് ഭയങ്കര സങ്കടമായിപ്പോയി. ഭാര്യയെ സ്നേഹിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരില്ല, എത്രയോ ആൾക്കാരുണ്ട്. അവര് പറഞ്ഞു ഞാൻ താഴെ പോയി, MBRന്റെ താഴെ ശിവന്റെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു.
പിന്നെ ഒന്നുകിൽ എൻ്റെ വൈഫിൻ്റെ അസുഖം മാറ്റിത്ത, അല്ലെങ്കിൽ അവളിങ്ങനെ വേദനിപ്പിക്കില്ലായിരുന്നു. തിരിച്ച് അവിടെ റൂമിലൊക്കെ എത്തുമ്പോഴത്തേക്കും അവള് പൊളിയെന്ന് പറഞ്ഞു. ഒരു കരച്ചില്ല അവരെൻ്റെ ഈശ്വര. ആണുങ്ങൾ ഇങ്ങനെയൊക്കെ കരയുമെന്ന് വിചാരിച്ചു ഞാൻ. അതേപോലെ തന്നെയാണ് ജിഷില. ജിഷിലക്ക് അസുഖമെല്ലാം മാറിയിട്ട് 1.5 വർഷത്തോളം അവൾ ജോലിക്ക് പോയതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ ഭവനിലാണ്. രണ്ടുപേരും അവിടെ തന്നെ, ഹസ്ബൻഡും രഘു എന്നാണെന്ന് തോന്നുന്നു പേര് ഹസ്ബൻഡിന്റെ. രണ്ടുപേരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അവൾ എന്നോട് എപ്പോഴും പറയില്ലടാ ഞാൻ അധികാലം ജീവിക്കില്ല, എനിക്കൊരപേക്ഷയുള്ളൂ ദൈവത്തിനോട്, ഞാൻ മരിക്കുവാണെങ്കിൽ എൻ്റെ കൊച്ചിന്റെ പരീക്ഷ ടൈമിലൊന്നും മരിക്കാതിരിക്കണം. കാരണം അവരുടെ ഭാവിക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുന്നതാണ്. പരീക്ഷ ടൈമിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും. ഞാൻ പിന്നെ ഒരു തമാശയായിട്ടാണ്, അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെയൊക്കെ മരിക്കുവോ പെട്ടെന്നൊക്കെ? അങ്ങനെ ഇല്ലടാ, ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും പറയില്ല ജിഷില, നമ്മളൊക്കെ മരിക്കാൻ വേണ്ടിയിട്ടാണോ പൊരുന്നത്? ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഉള്ളവർ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലടാ, ഞാനിനി അധികാരമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഉള്ളവരല്ലേ എനിക്ക് ശ്വാസം. ഞാൻ പറഞ്ഞ മോളെ, എനിക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ലങ്സിനൊക്കെ ഫുള്ള് ഫ്ലൂയിഡ്, എനിക്ക് ശ്വാസം എടുക്കാൻ ഞാൻ ബാത്റൂമിൽ വരെ, എനിക്ക് ബാത്റൂമിൽ ഒരു ഓക്സിജൻ, പിന്നെ ബെഡ്റൂമിൽ ഒരു ഓക്സിജൻ, ഈ ഓക്സിജൻ ഉരുട്ടിക്കൊണ്ട് നല്ല എടുത്ത് അമ്പേട്ടർ മക്കളും കൂടി വരിക. ഓക്സിജൻ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു അതൊക്കെ എനിക്കും അങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ സർവൈവ് ചെയ്ത് ഇവിടം വരെ എത്തിയില്ലേ. ഞാൻ പറഞ്ഞു ഇപ്പോഴും എനിക്ക് എല്ലായിടത്തും ഇല്ലേ, എനിക്ക് തലയിലും കണ്ണിലും ഷോൾഡറിന്, എൻ്റെ സ്കാൽപ്പിന്റെ ബാക്കിൽ എല്ലിന് മുഴുവൻ അങ്ങനെ തന്നെ. അതൊന്നും ഇപ്പോഴൊന്നും കൈയൊക്കെ 5 വർഷത്തേക്കൊക്കെ പൊങ്ങില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. അതുപോലെ എൻ്റെ ചെസ്റ്റിന്റെ ബ്രസ്റ്റ്, ചെസ്റ്റ്, വയറിന്, ലിവറിന്, തൊടയലിന്, നട്ടലിന്, കഴല, നമ്മൾ ഈ ചന്തി ചെയ്യുന്ന ബാക്ക് ഊരാന്നൊക്കെ പറയില്ല, അട ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല എനിക്ക്. ഞാൻ എന്നിട്ട് അവളോട് ജിഷിലയോട് പറയാം ഇത്ര എനിക്കില്ല ജിഷില, എന്നിട്ട് ഞാൻ നിൽക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, നമുക്ക് പൊരുതാം അങ്ങനെ പറയലേന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞ ലേഖ, ഞാൻ ഓരോന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അയച്ചു കൊടുക്കും ജിഷിലക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ ലേഖ നന്നായിട്ട് വെള്ളം കുടിക്കണം അങ്ങനെ ഇങ്ങനെയായിട്ട് പറഞ്ഞു. എനിക്ക് നട്ടലിന് ഞാൻ മരുന്നൊക്കെ നിർത്തിയടി, ഇനി ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നട്ടിലിന് റേഡിയേഷൻ എടുക്കാൻ പോകുന്നുണ്ട്, നീ ജൂൺ 12-ന് അവിടത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് പിന്നെ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് ഇരിക്കണമായിരുന്നു, ഞാൻ കുറെ നാളെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കൊന്ന് ചെരിഞ്ഞ് കിടക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. കരയില്ല മോളെ, എല്ലാം ശരിയാവെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ എപ്പോ വിളിക്കുമ്പോ നീ എടുക്കണേലേക്ക, എനിക്ക് നിന്നോട് സംസാരിക്കുമ്പോ ഭയങ്കര സമാധാനമാണ്, എനിക്ക് നിന്നോട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്, ഞാൻ ചിരിക്കുന്നത് നിന്നോട് സംസാരിക്കുമ്പോഴാണെന്നൊക്കെ പറഞ്ഞു. നമ്മളെ തമാശയൊക്കെ പറഞ്ഞു ചിരിക്കും. അങ്ങനെ ഞാൻ അവളെ എപ്പോ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും, നിഷിനെ വിളിച്ചാൽ. എന്നിട്ട് എപ്പോഴും ഞാൻ ജിഷിലെ കുറിച്ചൊരു വീഡിയോ എന്തോ പറഞ്ഞു, ഞാൻ ജിഷിലിങ്ങനെ മരുന്ന് പ്രതികരിക്കുന്നത്, എനിക്ക് മരുന്ന് പ്രതികരിക്കുന്നുണ്ട്, ജിഷിലേക്ക് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനിടയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഏതോ അനിയത്തിയോ അവരുടെ ഏതോ ഒരു ജിഷില എൻ്റെ ഒരു ഫ്രണ്ട് എങ്ങാനും അമ്പുവേട്ടൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു കാറിൽ. അപ്പോൾ അമ്പുവേട്ടൻ ഓണാക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ആണല്ലോ. അപ്പൊ പറഞ്ഞു ജൂൺ 13-ന് പക്ഷെ ജിഷില പോയി, ലേഖയോട് പറയണ്ട. അവൾ ഇതിനിടയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമായി പോയി ജിഷില പോയപ്പോ. ഭയങ്കര ഓർമ്മകള്, നമ്മൾ ഒരുപാട് സംസാരിക്കും. ഐ മിസ് യു ജിഷില. ഞാൻ പ്രതീക്ഷിച്ചത് ജിഷില ഇത്ര വേഗം പോകുന്നു. സെയിം കാറ്റഗറിയാണ് നമ്മൾ രണ്ടുപേരും, ഒരേ അസുഖം, ഒരേ സ്ഥലത്താണ് എല്ലാം. ഞാൻ മരുന്നിനോട് പ്രതികരിക്കുന്നു, അവൾക്ക് ഹോപ്പില്ല. ഞാൻ പറഞ്ഞ അവളുടെ ജിഷില വിശ്വസിച്ച് മരുന്ന് കഴിക്കുക, അവൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഓരോ ഭയങ്കര അറിവാണ്, എനിക്കെല്ലാം പറഞ്ഞു തരും, ഓരോന്ന് ഡോക്ടറെ കാട്ടി നന്നായിട്ട് അവൾ സംസാരിക്കും.
ഓരോന്ന് എനിക്ക് വിശകലനം ചെയ്തു തരും. ഈ അസുഖത്തെ കുറിച്ച് ന്യൂസുകളൊക്കെ വായിക്കും. അങ്ങനെ ഭയങ്കര എന്താല്ലേ, ഭയങ്കര ഇഷ്ടമായിരുന്നു ജിഷ്ണയെ സാർ. അതുപോലെ അമ്പുവേട്ടൻ്റെ ആ ഒരു മനോജ് എന്ന് പറഞ്ഞ സഹോദരൻ്റെ ഒരു വൈഫ്. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ സങ്കടം വരുന്നത് ഞാൻ കഴിക്കുന്ന മെഡിസിൻ്റെ ഒക്കെ ആയിരിക്കും. ഓക്കെ, എനിക്കൊന്ന് കുളിച്ചിട്ട് വേണം പിന്നെ ഡോക്ടറെ കാണാൻ പോകണം. അടുത്ത റേഡിയേഷൻ ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യമുള്ള റേഡിയേഷൻ വിധേയമാണ്. ഒരു ശരീരത്തിൽ ഒരു ലിമിറ്റില്ലേ അല്ലേ? 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് എൻ്റെ മക്കളെ കാണാനോ, മക്കളുടെ പോകണം. എനിക്ക് അവരില്ലാതെ എനിക്ക് പറ്റുന്നില്ല.